പാലക്കാട് പോലീസുകാർക്ക് നേരെ ആക്രമണം. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെത്തിയ പോലീസിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ SIT ടീമിലെ 4 പോലീസുകാർക്ക് സാരമായി പരിക്കേറ്റു. മാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത്. നമുക്കൊരു ദൃശ്യമുണ്ട്, ആ ദൃശ്യം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അനഘ ഹർഷനോട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. അനഘെ, കേരളത്തിൽ SIT ടീമിനും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും രക്ഷയില്ലേ? എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പ്രതികൾ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടത്? ആരാണ് ഇതിന് പിന്നിൽ? എന്താണ് പ്രകോപിപ്പിച്ചത് അവരെ? അശ്വതി, പാലക്കാട് നിന്ന് ഈ കോഴിക്കോട് എത്തിയ SIT സംഘത്തിനാണ് പരിക്കേറ്റത്. ഈ SIT സംഘം പാലക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യവും 70 ലക്ഷം രൂപ ആവശ്യപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് പ്രതികളെ പിടികൂടാനാണ് പാലക്കാട് SIT സംഘം കോഴിക്കോട് എത്തുന്നത്. കോഴിക്കോട് പെരുവയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ, സ്വകാര്യ ഒരു ലോഡ്ജിൽ ഈ SIT സംഘം 4 അംഗ സംഘം ലോഡ്ജിലേക്ക് എത്തുന്നു. അതിനുശേഷം ഇവിടെ പ്രതികളുണ്ടായിരുന്നു. 6 പേരടങ്ങുന്ന പ്രതികളായിരുന്നു ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇവരെ കീഴ്പ്പെടുത്താൻ ഈ 4 SIT സംഘവും ഉള്ളിലേക്ക് കടക്കുന്നു. ഈ സമയത്താണ് ഈ ഉള്ളിൽ നിന്ന് ഇവർ സ്ഫോടക വസ്തു ഈ പോലീസിന് നേരെ, SIT സംഘത്തിന് നേരെ എറിയുന്നത്. ആ സമയത്ത് വലിയ പുക ഉയരുകയും ചെയ്യുന്നു. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പോലീസിന് പരിക്കേൽക്കുന്നുണ്ട്. പക്ഷെ പ്രതികളെ പുറത്തേക്ക് രക്ഷപ്പെടാനോ അവരെ മറ്റ് പോകാനോ ഒന്നും പോലീസ് അനുവദിച്ചിട്ടില്ല. കൃത്യമായി തന്നെ അവരെ അവിടെ നിന്ന് കീഴ്പ്പെടുത്താൻ ഈ SIT സംഘത്തിന് കഴിഞ്ഞു. ഉടൻ തന്നെ മാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റ് പോലീസുകാർ കൂടി സംഭവ സ്ഥലത്തേക്ക് എത്തി പ്രതികളെ കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അക്രമത്തിൽ പോലീസുകാർക്ക് 4 SIT അംഗങ്ങൾക്കാണ് പരിക്കേറ്റത്. ചുണ്ടിനും കഴുത്തിനും അതുപോലെ കൈക്കുമൊക്കെയാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. അതിൽ വിഷ്ണു എന്ന് പറയുന്ന വിഷ്ണു, സൽമാൻ, ആട് ഷമീർ, ഡേവിഡ് K ജാംസൺ, ഇവർ മറ്റ് പല കേസുകളിലും പ്രതിയായിട്ടുള്ള ആളുകളാണ്. ഇവരാണ് ഇപ്പോൾ പോലീസിനെ കൂടി ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 4 പോലീസുകാർക്ക് നേരെയാണ് ക്രൂരമായ ആക്രമണം നടന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് അനഘ ഹർഷൻ പങ്കുവച്ചത്.